ഈ മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസും ഇസ്രയേലും ആദ്യം എടുത്ത ഒരു സ്റ്റെപ്പ്, സാധാരണ സ്ട്രാറ്റജിക്കലി അഡ്വാൻസ്ഡ് ആണ് അവർ, ഇക്കണോമിക് വാർഫെയർ ആയിരുന്നു. ആ ഇക്കണോമിക് വാർഫെയർ വളരെ മുമ്പേ എടുത്ത് അവിടെ അവരുടെ കറൻസിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നോക്കി. അത് അവർ ഒരു പരുവം വരെ വിജയിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഒരു അനാർക്കിസം, ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് പിന്നെ അവർ ചെയ്യാൻ നോക്കിയത് തേർഡ് സ്റ്റെപ്പ് ബോംബാർഡ്മെന്റ് നടത്തി. അതായത് എയറിൽ നിന്നുകൊണ്ട് തന്നെ മിലിറ്ററി ഹെഡിന്റെയും അതുപോലെ തന്നെ കൺട്രി ഹെഡിന്റെയും ഒക്കെ അസാസിനേഷൻ എന്നുള്ള പോയിന്റിലോട്ട് വന്നു. ഇതുവരെ അവരുടെ ടാർഗറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സിറ്റുവേഷൻ പാടെ മാറി. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമ്മൾ വിചാരിച്ചു ഇറാന്റെ കാര്യം പരുങ്ങലിലായിരിക്കും എന്ന്. എന്നാൽ ഇപ്പോൾ സിറ്റുവേഷൻ എൻറ്റയർലി മാറിയിരിക്കുന്നു നിഷാദ്. കാരണം അമേരിക്ക വളരെയധികം വിയർക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഇന്റർനാഷണൽ മീഡിയയെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന വെസ്റ്റേൺ മീഡിയ വളരെയധികം മൂടി വെച്ച ചില ന്യൂസുകളൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട്. അതായത് ഹൈപ്പർസോണിക് മിസൈൽസ് ക്രൂസ്, അത് ഇവരുടെ കംപ്ലീറ്റ് ഇന്റർസെപ്റ്ററെ കവർ ചെയ്ത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് അതിന്റെ 1 സ്റ്റെപ്പ് എഹഡ് ആയിട്ടുള്ള പ്രയരശേഷിയുള്ള ഒരു വെപ്പണായിട്ട് അവിടെ നാശനഷ്ടങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു സിറ്റുവേഷൻ ആണ്. അത് തുടക്കം മാത്രമാണ്. കാര്യം ഈ ഇറാന്റെ സ്ട്രാറ്റജി ഇതൊരു ലോങ് ടൈം സ്ട്രാറ്റജിയാണ്. അവർ ചിലപ്പോൾ ഒരു ഡ്രോൺ വേണമെങ്കിൽ ഒരു ICBM വിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. കാര്യം വെച്ചാൽ, പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത്, കൗണ്ടർ അറ്റാക്ക് വളരെ ഹെവി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അവരുടെ ഒരു വെപ്പൺ സിസ്റ്റം അവരുടെ അത് കുറച്ച് പുറകോട്ട് വന്നിരിക്കുന്നു. ആദ്യം നമ്മൾ വിമർശിച്ചു ആദ്യത്തെ ദിവസങ്ങളിൽ ചൈനയെ വിമർശിച്ചത് ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ചൈനയുടെ മൗനം എന്ന് പറയുന്നത് അത് വലിയൊരു മൗനം. ഇപ്പൊ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും അങ്ങേയറ്റത്തെ തലവേദനയാണ് ഈ ചൈനയുടെ മൗനം എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസം ഈ ഇറാന്റെ നെറ്റ്വർക്ക് സിസ്റ്റം അവർ സീറോയിങ് ചെയ്തെങ്കിൽ, ഇപ്പോൾ ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവരുടെ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ കൂടെ. ഇവരുടെ ഇൻസ്റ്റലേഷൻസ്, ഇവരുടെ ഷിപ്പിംഗ് മൂവ്മെന്റ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴേക്കും അമേരിക്ക വിയർക്കുന്നു. ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മള് എല്ലായ്പ്പോഴും എന്തൊക്കെ സൈബർ പ്രൊപഗണ്ട നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും വരാൻ പോകുന്നത് അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ നേരിടാൻ പറ്റില്ല. കാരണം കുറെ കൂടി ഹെവി ബോംബാർഡ്മെന്റ് നടത്തി കാഷ്വാലിറ്റി അവർക്ക് കൂട്ടുമായിരിക്കും. അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇൻസ്റ്റലേഷൻസ്, ബിൽഡിങ്സ് അവർ കൊളാപ്സ് ആക്കുമായിരിക്കും. പക്ഷേ ഇറാന്റെ ഒരു കാരണവശാലും അവരുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഹോർമിസ് കടലിടുക്ക്, അവിടെ ഏതാണ്ട് നിഷാദ് 21 കിലോമീറ്റർ ടണലാണ് അതിനിടയിൽ കൂടിയുള്ളത്. അതിലൊക്കെയാണ് ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ അമേരിക്ക നിന്ന് വിയർക്കും. രണ്ടാമതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്ക യുദ്ധം ചെയ്യുക, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ള ഒരേ ഒരു ബ്ലെയിം എന്ന് പറഞ്ഞാൽ GCC കൺട്രീസിനോട് അവർ പറഞ്ഞു അറ്റാക്ക് ചെയ്യില്ല എന്ന്, പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വഴിയിൽ 7000 കിലോമീറ്റർ അകലെ കിടക്കുന്ന അമേരിക്കയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ തീർച്ചയായിട്ടും ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ആരെയാണ്? അമേരിക്കയുടെ ഇൻഫ്ലേഷൻ അല്ലെ അമേരിക്ക നിയർ ബൈ പ്ലേസിലുള്ളത്, അത് ചെയ്തേ പറ്റുള്ളൂ. വേറെ ടാർഗറ്റ് ഇല്ല. ഇസ്രയേൽ അല്ലെങ്കിൽ US അറ്റാക്ക് ചെയ്യണമെങ്കിൽ US ഇൻഫ്ലേഷൻ ആണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നിഷാദ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചൈനീസിന്റെ ആ ഇൻഫ്ലുവൻസ്, ചൈനയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസിന്റെ വെപ്പൺ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെല്ലാം നങ്കൂരമിട്ടിരിക്കുന്നത് ഈ ചൈനീസ് മിസൈലിന്റെ റേഞ്ചിന് വെളിയിലാണ്. എന്താ അതിന്റെ കാരണം? ആ ഭയപ്പാട് കൊണ്ടാണ്. ആ ഒരൊറ്റ കാര്യം നോക്കിയാൽ മാത്രം മതി കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാൻ. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണ് വരാൻ പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം? അമേരിക്കൻ 80% ചോദിക്കുകയാണ്, എന്തിനാണ് യുദ്ധം ചെയ്തതെന്നൊരു കാര്യം പറ. എന്തിനാണ് ഇസ്രയേലിനെതിരെ അമേരിക്ക യുദ്ധം ചെയ്യുന്നത്? ഈ എനിബഡി ക്യാൻ ഗിവ് എ വാലിഡ് ആൻസർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അമേരിക്കയിൽ വരുന്നു. എന്തിനാണ് അമേരിക്ക ഇറാനെ ഇപ്പൊ അറ്റാക്ക് ചെയ്തതിന്റെ ഒരു കാരണം എന്താണ്? അതിന് ആർക്കും ആൻസർ ക്ലിയർ ആയിട്ട് പറയാനില്ല. ന്യൂക്ലിയർ ആവുന്നു. അപ്പൊ കഴിഞ്ഞ നിങ്ങൾ ന്യൂക്ലിയറെല്ലാം അടിച്ചൊതുക്കി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിനൊരു ആൻസർ ഉണ്ടോ? ഇല്ല. പിന്നെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അവരൊരു പ്രബല ശക്തിയായിട്ട് വരുന്നു. നാളെ ടെററിസം വരുന്നു, അതുപോലെ തന്നെ പ്രോക്സിയെ ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അമേരിക്ക ഇത് ചെയ്യുന്നു. പക്ഷേ ഇത് ട്രംപിന്റെ വാട്ടർലൂ ആണ്. കാര്യം യുദ്ധം ജയിച്ചാലും പ്രശ്നമല്ല ട്രംപിന്, തോറ്റാലും ട്രംപിന്. ശരി, അപ്പൊ പല നിലയ്ക്കുള്ള ഇമ്പാക്ട് ഏരിയ അതിനകത്തുണ്ട് എന്നാണ്. ട്രംപിനെ സംബന്ധിച്ച് പൊളിറ്റിക്കലി അദ്ദേഹത്തിന് അപകടം ഉണ്ടാക്കും. അമേരിക്കയുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ എന്തുമാത്രം ഇത് സ്വാധീനിക്കുന്നു എന്നുള്ള പ്രശ്നവും കൂടി അതിനകത്തുണ്ട്. കാരണം